അപ്പോൾ എല്ലാവർക്കും മസൂറിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മണാലിയിൽ മാൾ റോഡ് കണ്ടതുപോലെ മസൂറിയിലും ഒരു മാൾ റോഡുണ്ട്. ഞങ്ങളതിൻ്റെ ഫസ്റ്റ്, അതായത് ഇവിടെയാണ് മാൾ റോഡ് അവസാനിക്കുന്നത്. ഞങ്ങൾ നടന്ന് മാൾ റോഡിൻ്റെ എൻഡിലെത്തി. ഇവിടെ ഒരു LICയുടെ ഓഫീസുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻഡിങ്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോയി നോക്കാം. നമ്മൾ മണാലിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ഈ പറഞ്ഞ ക്ലോത്തിൻ്റെ ഷോപ്പും ഫുഡിൻ്റെ ഷോപ്പും പിന്നെ ബാക്കി ഐറ്റംസും ഈ ലേഡീസ് ഐറ്റംസും കിഡ്സ് ഐറ്റംസുമാണ്. ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ പാനിപൂരി, ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് ഐറ്റംസൊക്കെയാണ്. ഇത് നമ്മുടെ സെയിം ക്ലോത്ത്, വിൻ്റർ ക്ലോത്താണ്, മൊത്തം അടിപൊളിയാണ്. ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഷോപ്പ് സ്റ്റാൻഡേർഡാണ്. മണാലിയിൽ ഇത്ര സ്റ്റാൻഡേർഡില്ല. ഇത് കണ്ടോ, ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലോത്തിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാം കണ്ടോ, ഇവിടെ എല്ലാം റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ മിനിമം ഒരു കോഫിക്ക് 100 റുപ്പീസിൻ്റെ മേളിലാണ് ചാർജ്. മസൂറിയിൽ നല്ല ചാർജാണ് എല്ലാത്തിനും. അതുകൊണ്ട് എക്സ്പെൻസ് നല്ല കൂടുതലാണ് ഇവിടെ. ഞാനിവിടെ വന്നപ്പോൾ മണാലിയിലും ഗോവയിലും കണ്ടതുപോലെ മസൂറിയുടെ ഒരു കീ ചെയിൻ കിട്ടി, ഒരു ഓർമ്മയ്ക്ക്. അപ്പോൾ കേബിൾ കാറിൻ്റെ ഉണ്ട്, ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. വൈജോണേ, എനിക്ക് കേബിൾ കാറിനെ മതി, ഇരിക്കട്ടെ വീട്ടിൽ തൂക്കിയുടെ ഓർമ്മയ്ക്ക്. ഒരു കീ ചെയിൻ്റെ ഷോപ്പാണ്. എല്ലാ ടൈപ്പ് കീ ചെയിൻസും ഉണ്ട്. ഒരു ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയില്ല. മസൂറിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് മൊണാസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഖ് മതം, ജൈന മതം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ സാധനങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. അതൊരു ഷോപ്പാണ്. ഇതെല്ലാം ഇങ്ങനെ ക്ലോത്തും ഷോപ്പും ഇങ്ങനെ ഓരോ ഫുഡ് കോർണറുമാണ്. നമുക്ക് സാധനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഷോപ്പിൽ കയറിയാൽ മതി. ഇല്ല അവരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയാണ്. ഇവർ വളരെ പാവം പിടിച്ച നാട്ടുകാരാണ്. വളരെ കാമൻ കൂളായിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവരാണ്. നല്ലൊരു ഷോപ്പ്, വെറൈറ്റി ഷോപ്പ് കൊണ്ട് ഞാനിങ്ങനെ നിർത്തിയതാണ്. ഇവിടെ ചെറുതും വലുതുമായ കോമ്പസ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നോക്കുന്ന കോമ്പസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻസ് ഒക്കെ നോക്കാം. പിന്നെ ഇതേപോലെ ഇഷ്ടം പോലെ അട്രാക്ഷനുള്ള ക്ലോക്കുകൾ ഇവിടെ ഉണ്ട്. നല്ല വലിയ റേറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഷെൽഫിൽ ജസ്റ്റ് ഇങ്ങനെ വെക്കാം. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെയാണ് നല്ല രസമാണ്. ഇതാണ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. പിന്നെ കുറച്ച് രഥങ്ങൾ. ഇത് നമ്മുടെ ആ ഒരു സാധനം, അതിൻ്റെ പേര് എനിക്കറിയാൻ മേല. അപ്പോൾ ഇത് കീ ചെയിൻസാണ്. ഞാൻ മസൂറിയുടെ കീ ചെയിൻസ് മേടിച്ചു. പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് അത്തരം കാര്യംസും കുറേ ക്ലോക്കിൻ്റെ. പിന്നെ ആ ബൈക്കെല്ലാം നമ്മൾ പലയിടങ്ങളിലും. പിന്നെ നല്ലൊരു വ്യക്തിയാണ്, എന്നോട് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അവിടെ ഒരു എന്ത് നിപ്പുണ്ട്, ഒരു നമ്മുടെ പഴയ ഒരു സെറ്റപ്പ് സാധനം കിടക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഷോപ്പാണ്. ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി നല്ലൊരു കടയാണ്. അതേപോലെ ബോട്ടത്തിലും ഇതേപോലെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ആമക്കുഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ ഇത് നോക്കാൻ എൻ്റെ റേറ്റും കാര്യങ്ങളും നല്ല രസമുണ്ട് കാണാം. വാച്ച് ഉണ്ട്. ഇത് അടിപൊളിയാണല്ലോ. വാച്ച് അടിപൊളിയാണല്ലോ. ആൻറ്റീക്ക് പോലെയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ സമയം ഏകദേശം 10 മണിയായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി. നമ്മുടെ മണാലി പോലെയല്ല ഇവിടെ മാൾ റോഡിലെ ആൾ വളരെ കുറവാണ്. ഇന്നൊരു മഴ പെയ്തായിരുന്നു ഈവനിങ്ങേ. നമ്മൾ ബൈക്ക് റെൻ്റ് എടുത്തിട്ടും നമുക്കിട്ടും പണി കിട്ടിയായിരുന്നു. മഴ പെയ്തുകൊണ്ട് മാൾ റോഡിലെ ആൾ കുറവാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇവരുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് ഇവരുടെ ബിസിനസ്, അല്ലേ ബൈജു? ഇവരുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് ഇവരുടെ ബിസിനസ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ബിസിനസ് ചെയ്യണമെന്നൊന്നും ഇല്ല. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഷോപ്പുകളാണ്. കണ്ടോ, ഇതിങ്ങനെ പോവാം. മേളിലോട്ടൊരു വലിയൊരു കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ നടുക്കാണ് കറക്റ്റ് നമ്മുടെ റൂം. അപ്പോൾ ആ കയറ്റം കയറി, നല്ല കയറ്റമാണ്, നല്ലപോലെ അണയ്ക്കുന്നുണ്ട്. ആ കയറ്റം കയറി വന്നു ഇങ്ങോട്ട് ഇച്ചിരി പോയാൽ നമ്മുടെ റൂമാവും. ഇതാണ് നമ്മുടെ മസൂറിയിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ മണാലിയിലും ഈ സെയിം ആയതുകൊണ്ട്, ഷോപ്പുകളിലുള്ള സാധനങ്ങളെല്ലാം സെയിം ആയതുകൊണ്ട് ചുമ്മാ കാണുന്നവർക്ക് ഒരു വിരക്തി തോന്നണ്ടെന്ന് വിചാരിച്ച് ഞാൻ അധികമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നാളത്തെ വിശേഷങ്ങൾ അടുത്തത് നമുക്ക് കാണാം.